നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ ഒന്ന് ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും അതേപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സ്മൂത്ത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കും. അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചുളിവുകളൊക്കെ ഉള്ളവരാണെങ്കിൽ ആ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ. ഇത് നമുക്ക് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ്. 7 ദിവസം വരെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഫേസ് പാക്ക്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഓണമൊക്കെയാണ് വരുന്നത്. ഓണത്തിന് നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ ചുളികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഈ ഒരു ഫേസ് പാക്കിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അരിപ്പൊടിയാണ്. ഞാൻ 1 സ്പൂൺ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കുക. നമ്മുടെ ഫേസിലെ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ കോഫി പൗഡർ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. 1/2 കപ്പ് പാലാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. പാലില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം വെള്ളം ഒഴിച്ചാൽ മതി. പാൽ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പാലുണ്ടെങ്കിൽ നല്ലത്, അത്രയേ ഉള്ളൂ. പാൽ അലർജി ഉള്ളവർക്കും വെള്ളം മാത്രം മതി കേട്ടോ. അപ്പം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കും. അപ്പം നന്നായിട്ടൊന്ന് കുറുകി കെട്ടട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് തിക്കായിട്ട് എടുക്കണ്ട, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. യൂസ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്കിത് ഫേസിൽ മാത്രമല്ല ഫുൾ ബോഡിയിലെ ടാൻ മാറാനായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് തണുത്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ ടാൻ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാൻ റിമൂവ് ആക്കിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇനി ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ. ഇതൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വളരെ ഈസിയാണ്. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതേപോലെ തന്നെ ലിപ്സിന് സൈഡിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ മാറ്റാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വയ്ക്കുക. അതിനുശേഷം വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഹെൽത്തി ആക്കി ഇട്ടിരിക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ. നമുക്കിത് ഉണ്ടാക്കി സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.